ഹായ് ഗൈസ്. സോ ലാസ്റ്റ് സെഷനിൽ നമ്മൾ നമ്മുടെ ഡാറ്റ കാണിച്ചു. നമ്മുടെ ബ്രൗസറിൽ നമുക്ക് ടൈറ്റിൽ കിട്ടി, സോങ്ങിൻ്റെ ടൈറ്റിൽ നമുക്ക് കിട്ടുന്നുണ്ട് സ്ക്രീനിൽ. പക്ഷേ അതിൻ്റെ ഒപ്പം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, നമുക്കൊരു വാർണിംഗ് മെസ്സേജ് കിട്ടുന്നുണ്ട്. ഒരു യുണീക്ക് വാല്യൂ കീ പ്രോപ്പ് ഒരു കീ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അതൊരു അറേയാണ്. സോ നമ്മൾ ഒരു അറേയിൽ നമ്മൾ കീ കൊടുത്തിട്ട് അതൊരു യുണീക്ക് വാല്യൂ ആയി കൊടുക്കണമെന്നുണ്ട്. ഓക്കെ, സോ അതാണ് വാർണിംഗ് മെസ്സേജ് കിട്ടുന്നത്. വാർണിംഗ് മെസ്സേജ് ബേസിക്കലി എന്താ പറയുക വെച്ചാൽ, നമ്മൾ ഒരു അറേ ഓഫ് കമ്പോണൻസ് എടുക്കുകയാണെങ്കിൽ അല്ലേ, സോ ഇവിടെ നമ്മൾ അറേ ഓഫ് കമ്പോണൻസ് ആണ് നമ്മൾ എടുക്കുന്നത്, ലൈക്ക് അറേ ഓഫ് സോങ്സ്, ടൈറ്റിൽ ഓഫ് സോങ്സ് നമ്മുടെ കേസിൽ. പക്ഷെ നമ്മുടെ അതിൽ കീ എന്നൊരു പ്രോപ്പർട്ടി നമ്മൾ കൊടുക്കുന്നില്ല ഇതിൽ. ഓക്കെ, സോ കീ എന്നുള്ള പ്രോപ്പർട്ടി ആവശ്യമുള്ളതാണ്, അത് നമ്മൾ കൊടുക്കുന്നില്ല. അപ്പോൾ ഇൻഡിവിജ്വൽ എല്ലേക്ക് നമ്മൾ ഐഡിയലി നമ്മൾ ഒരു കീ എന്നുള്ള പ്രോപ്പർട്ടി നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, സോ ഇത് ബേസിക് റിയാക്ട് സ്റ്റഫ് ആണ്. ഇപ്പോൾ റിയാക്ട് അറിയേണ്ടവർക്ക് എന്തായാലും ഇത് മനസ്സിലായിട്ടുണ്ടാവും. ഇതൊരു റിയാക്റ്റിൽ വാർണിംഗ് മെസ്സേജ് യൂഷ്വലി കിട്ടാറുണ്ട് നമുക്ക്, ഇങ്ങനത്തെ പ്രോപ്പർ കീ ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ നമുക്കിവിടെ കീ പ്രോപ്പർട്ടി കൊടുക്കുന്നുണ്ട് നമ്മുടെ ലിസ്റ്റിൽ നമ്മൾ ആഡ് ചെയ്യണതിൽ. ഇപ്പോൾ നമ്മളിവിടെ LI നമ്മൾ അത്ര കൊടുത്തിട്ടുള്ളൂ, അതിൽ കീ എഴുതിയിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ കീ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, സോ റിയാക്റ്റ് കീസ് എന്തിനാണെന്ന് വെച്ചാൽ ഇൻറ്റേർണലി അത് ഒരു ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇത് റെൻഡറിങ് നമ്മൾ ലിസ്റ്റ് റെൻഡർ ചെയ്യുന്നത് ഒരു എഫിഷ്യൻറ്റ് മാനറിലാണെന്നുള്ളത് റിയാക്റ്റിന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കീ കൊടുക്കുന്നത്. ഓക്കെ, സോ ട്രഡീഷണലി നമ്മൾ എന്താ വെച്ചാൽ കീയിൽ നമ്മൾ ID ഇട്ട് കൊടുത്തിട്ടാണ് ചെയ്യാറുള്ളത്. ഓക്കെ, നമ്മൾ റെൻഡർ ചെയ്യേണ്ട സമയത്ത് എടുക്കുന്നുണ്ട്. സോ ഇവിടെ നമ്മുടെ കേസിൽ നമ്മൾ ടൈറ്റിൽ മാത്രമേ എടുക്കുന്നുള്ളൂ, ID എടുക്കുന്നില്ല ഇപ്പോൾ കറൻ്റ്. സോ നമുക്ക് റെസ്പോൺസിൽ നിന്ന് ഇപ്പോൾ സോങ്ങിൽ നമുക്ക് ടൈറ്റിൽ മാത്രമേ കിട്ടുന്നുള്ളൂ, വേറെ ഒരു ഡീറ്റെയിൽസ് നമ്മൾ എടുക്കുന്നില്ല. ഓക്കെ, സോ ഇവിടെ നമുക്ക് ID കിട്ടാനായിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ക്വറിയിൽ കുറച്ച് മോഡിഫൈ ചെയ്യുന്നുണ്ട് ഡാറ്റ, ഈ ID കിട്ടാനായിട്ട്. ആ ID വെച്ചിട്ട് നമുക്ക് കീയിൽ കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ആ ഒരു ഡാറ്റ നമുക്ക് മോഡിഫൈ ചെയ്യുന്നുണ്ട് നമ്മുടെ ക്വറിയിൽ. അപ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് സംശയം തോന്നും, നമുക്ക് എന്തുകൊണ്ട് ടൈറ്റിൽ കീ ആയിട്ട് കൊടുത്തുകൂടാ എന്നുള്ളത്. പക്ഷെ അതിൽ ചാലഞ്ച് വെച്ചാൽ ചിലപ്പോൾ നാളെ ഒരേ ടൈറ്റിൽ ലൈക്ക് 2 ഡിഫറെൻറ്റ് പാർട്ടിന് ഒരേ ടൈറ്റിൽ വന്നാൽ ഡ്യൂപ്ലിക്കേറ്റ് ആവും കീ. അപ്പോൾ കീ യുണീക്ക് ആവില്ല. സോ അത് ഇത്തിരിയും കൂടി നല്ല വേ അല്ല നമ്മൾ ടൈറ്റിൽ കൊടുക്കുന്നത്. അപ്പോൾ ബേസിക്കലി ID നമ്മൾക്കറിയാം, നമുക്കത് യുണീക്കാണെന്നറിയാം. അപ്പോൾ നമ്മളിവിടെ ID തന്നെ കൊടുക്കാൻ പോവാണ്. ID നമ്മൾ എഴുതി സേവ്. ഓക്കെ, സോ നമ്മളിപ്പോൾ ID നമ്മൾ കൊടുത്തു. ഓക്കെ, സോ നമ്മൾക്ക് ഇപ്പോൾ നമ്മുടെ ഒരു ഇഷ്യൂ ആയി കഴിഞ്ഞാൽ നമുക്ക് ടൈറ്റിൽ മാത്രമല്ല, ടൈറ്റിലിനൊപ്പം IDയും കിട്ടും എല്ലാ സോങ്ങിനും. ഓക്കെ, സോ ഞാനിവിടെ LIയിൽ എഴുതാണ് LI = song.id എന്ന് ഞാൻ മെൻഷൻ ചെയ്യണം. സേവ്. ഓക്കെ, നമ്മുടെ LI song.id നമ്മൾ കാണിക്കുന്നു സ്ക്രീനിൽ. സോ ഞാനൊരു പ്രോപ്പർട്ടി കീ എഴുതിയിട്ടുണ്ട്, song.id എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞു ടൈറ്റിൽ യൂസ് ചെയ്യാൻ അത് യുണീക്ക് ആവണമെന്നില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തതെന്നുള്ളത്, ID വെച്ച് കൊടുത്തതെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഞാനിനി ബ്രൗസർ ഒന്ന് സേവ് ചെയ്തിട്ട് ഒന്ന് റൺ ചെയ്ത് നോക്കാം നമുക്ക്. നമ്മുടെ ആ എറർ വാർണിംഗ് പോയി. ഇപ്പോൾ കറൻ്റ്ലി ആ വാർണിംഗ് മെസ്സേജ് പോയി കിട്ടി, പിന്നെ ടൈറ്റിൽ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, സോ ഇനി നമ്മളിവിടെ എന്താ ചോദിച്ചാൽ, നമ്മൾ ചെക്ക് ചെയ്തു, മെസ്സേജൊക്കെ നമുക്ക് ക്ലിയർ ആയി കിട്ടി, വാർണിംഗ് മെസ്സേജൊക്കെ ക്ലിയർ ആയി കിട്ടി. ഇനി ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് പ്രൊജക്റ്റിൽ. വലിയ സ്റ്റൈലിംഗ് ഒന്നുമില്ല, ചെറിയൊരു സ്റ്റൈലിംഗ് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മളിവിടെ പറഞ്ഞു സ്റ്റൈലിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്, ചെറിയൊരു സ്റ്റൈലിംഗ്. സോ മെറ്റീരിയൽ CSS നമ്മൾ നമ്മുടെ പ്രൊജക്റ്റിൽ ഓൾറെഡി നമ്മൾ റാപ്പപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് കുറച്ച് ക്ലാസ് നെയിംസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് സ്റ്റൈൽ ചെയ്യാം നമ്മുടെ പ്രൊജക്റ്റിൽ. സോ ഞാനിവിടെ LIയിൽ പോയി കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ song. ഇത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, കീ മാത്രം. ഇനി അവിടെ ഞാൻ ക്ലാസ് നെയിം കൊടുത്തിട്ട് collection -item. ഓക്കെ, സോ ഈ ഒരു ക്ലാസ് നെയിം കൊടുത്തു, കളക്ഷൻ ഐറ്റം എന്ന് പറഞ്ഞ ക്ലാസ് നെയിം കൊടുത്തു. ഇനി ULൽ നമുക്കിവിടെ div ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഞാനിവിടെ div ഒക്കെ റീപ്ലേസ് ചെയ്യണം. അതിന് പകരം ഞാൻ UL എന്ന് കൊടുക്കാൻ പോവാണ്.
സോ ഡിവിന് പകരം ഞാൻ യു എൽ ആക്കി. യു എല്ലിൽ ഞാൻ ഒരു ക്ലാസ് നെയിം എഴുതാണ്. ക്ലാസിൻ്റെ പേര് കളക്ഷൻ. സേവ് ചെയ്തു. സോ ഈ ക്ലാസ്സസ് ഓൾറെഡി മെറ്റീരിയൽസ് CSS ഫയലിൽ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്ത് സ്റ്റൈലാണ് കൊടുക്കേണ്ടതെന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഓൾറെഡി. ഓക്കെ, സോ നമ്മൾ ആ ക്ലാസ് നെയിം യൂസ് ചെയ്യുന്നുള്ളൂ നമ്മളിതിൽ. ഓക്കെ, സോ ഇതിൻ്റെ സ്റ്റൈലിംഗ് ഒക്കെ ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ് പ്രൊജക്റ്റിൽ. സോ ഞാൻ ഇവിടെ സേവ് ചെയ്തിട്ട് നമുക്കൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്, ലൈക്ക് ഡിസൈനിങ്ങിൽ ലൈക്ക് പൊസിഷനിലൊക്കെ ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇപ്പോൾ തൽക്കാലം ഇത്രേ ഉള്ളൂ. ഞാൻ ഇനിയും ഇമ്പ്രൂവ് ചെയ്യും സ്റ്റൈലിങ്ങിൽ. ലൈക്ക് ലൈക്ക് നമുക്ക് കോഡിൽ മാറ്റം വരുത്തുമ്പോൾ ഇനിയും നമ്മൾ ഫീച്ചേഴ്സാണ് കൂടുതൽ, സ്റ്റൈലിംഗ് അല്ലല്ലോ നമ്മൾ നോക്കുന്നത്. ഫങ്ഷനാലിറ്റി ഫീച്ചേഴ്സ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. സോ ആ ഫോക്കസിനോടൊപ്പം ചെറിയ ചെറിയ സ്റ്റൈലിംഗ് കൂടി ചെയ്തിട്ട് പോകാം. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ആസ് യൂഷ്വൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിലൊക്കെ മെൻഷൻ ചെയ്യുക. ഐ വിൽ ട്രൈ ടു സോർട്ട് ഇറ്റ് ഓഫ്. So thanks a lot. Bye.